അവനൊരു പടം വരച്ചു. എത്ര ദിവസമായി മോനെ ഈ പടം വരച്ചിട്ട്? എന്നെ കുറിച്ചാണ് വരച്ചത്. ആ കൊള്ളാം കേട്ടോ, ഏകദേശം ഒരു ധാരണയുണ്ട്. ഗോപി, നല്ല ഐശ്വര്യമുള്ള ഒരു പടം വേണേ കണ്ടു. ഓക്കെ, എന്താ മോന്റെ പേര്? അർജുൻ ഷിബു. ഇനി ഒരു പടം കൂടെ ഉണ്ടല്ലേ? 2020 സാറ് പറഞ്ഞത് പ്രകാരം ഒരു പടം വരച്ചതാണ്. 2020 പറഞ്ഞ സാർ ആവശ്യപ്പെട്ടിരുന്നു ഒരു പ്രോഗ്രാമിൽ വെച്ച്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വേറെ ഒന്നുകൂടി വരച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഏതെങ്കിലും പടം വരച്ചവരുണ്ടോ വൈക്കത്ത്? ഈ പടം മോന്റെ പേരെന്താ? ഞാൻ 2020 പറഞ്ഞനുസരിച്ച് വരച്ചാണോ? MDMA ഒരു കഥ കേട്ടിട്ട് ഞാൻ ഖിന്നനായി നിൽക്കുന്ന പോലെയുണ്ട്. മോൻ വരച്ചത് കാലിക പ്രസക്തം അല്ലേ? നമ്മുടെ വരപ്പുകാരൻ പറയട്ടെ, ഒന്ന് നോക്കിച്ച് പറഞ്ഞ്. ഒരു വരക്കാരനെ കുറിച്ച് പറയുന്നു. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഒരു മാഷേ ഈ വൈക്കത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നു. അങ്ങ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം വിട്ട് കുറച്ചു കാലമായില്ലേ? അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പറയാമല്ലോ. വളരെ വ്യാപകമാണ്. നാട്ടിൻപുറങ്ങളിൽ പോലും വ്യാപകമായിട്ടുള്ള ലഹരി ഉപയോഗമുണ്ട്. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? നമ്മുടെ കുട്ടികളൊക്കെ ആകർഷിക്കപ്പെട്ടു ഇതിനകത്ത്. അത് ആ കാര്യത്തിൽ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഗവൺമെന്റും അതിന്റെ സംവിധാനങ്ങളെല്ലാം മുൻകൈ എടുക്കണം. അതോടെ ഈ MDMA കഴിച്ചുകൊണ്ട് ഒരൊറ്റ നേട്ടമേ കഴിക്കുന്ന ആളിനുണ്ടാവും, അകാല മരണം. ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇത്ര വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. എപ്പോഴും അത് ഉപയോഗിക്കണമെന്നുള്ള തോന്നലുണ്ടാകുന്നു എന്നാണ് അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരെല്ലാം പറയുന്നത്. നമ്മുടെ ചെയർപേഴ്സൺ പറയുന്നത് ഒരബോധം ഉണ്ടാക്കുന്നു. ഉണ്ടാക്കും. ഒരു 10 മണിക്കൂർ നേരത്തേക്ക് എന്താണ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവരറിയുന്നില്ല. അങ്ങനെയാണ് നാട്ടിൽ ഉറക്കം കിട്ടത്തില്ല, ഓക്കാനം, ഛർദി, മനംപുരട്ടൽ ഇതെല്ലാം നടക്കുന്നത്. പിന്നെ ഒരുപാട് അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഈ മദ്യം, വീര്യം കൂടിയ മദ്യത്തിന്റെ വ്യാപനമാണ് ക്രമേണ ലഹരിയിലേക്ക് നയിച്ചത്. അപ്പോൾ വീര്യം കൂടിയ മദ്യത്തെ ഗവൺമെന്റ് നിയന്ത്രിക്കാൻ ശ്രമിച്ചെന്നാൽ നിയന്ത്രിക്കാൻ കഴിയും. അതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും, സർക്കാർ സംവിധാനങ്ങളും മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും മറ്റെല്ലാ മാധ്യമങ്ങളും എല്ലാം മുൻകൈയെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഈ ലഹരി ഉപയോഗം കുറയ്ക്കാൻ കഴിയും. അത് സമൂഹം ഇന്ന് വലിയ ഒരു അപകടത്തിൻ്റെ പടുകുടിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അത് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമ. അപ്പം ഇപ്പൊ സിറ്റിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അപ്പൊ അങ്ങയുടെ പേര്? ബിജു എന്നാണ്. അല്ല, എനിക്ക് തോന്നുന്നത് നമുക്ക് നടക്കാനല്ലേ, നമ്മളിവിടെ കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് നടന്ന ഒരു കാഴ്ചയായാലോ? തീർച്ചയായും. അപ്പോൾ അതായത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിനെക്കുറിച്ച്? കാരണം നമ്മുടെ ആളുകൾ വളരെ ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പുതിയ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പം ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട്. അത് ഒന്ന് പുതിയ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് പുതിയ വിദ്യാഭ്യാസ രീതി അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒന്ന്, ഈ വിദ്യാഭ്യാസം അന്യദേശങ്ങളിൽ പോയി, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും നിയറസ്റ്റായിട്ടുള്ള ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോയി ആ വിദ്യാഭ്യാസം നടത്തി വരുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയേ. ആ പൂർണ്ണ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന ചില മാറ്റങ്ങളുണ്ട്. പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന ആണും പെണ്ണും ഉൾപ്പെടെയുള്ള പെൺകുട്ടികളൊക്കെ ഒരുപാടുണ്ട്. അത് അവരുടെ ഇടയിലേക്ക് വരുന്ന വലിയ ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ഒന്നാണ് ലഹരിയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരുന്നത്. മറ്റൊന്ന്, നമ്മുടെ സ്നേഹ നിരാസമുണ്ട്, ഒരു നന്മയുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. ആ നന്മ നഷ്ടപ്പെട്ടു പോയ ഒരു പൊതുസമൂഹം ഇപ്പോൾ വളർന്നു വരികയെ ആ നന്മയെ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമം നടത്തുന്നത്. അതുകൊണ്ടാണ്. അപ്പം അത് ആ ഒരു സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു ആരംഭം കുറിക്കണം. അത് ചെറുപ്രായത്തിൽ തന്നെ ആരംഭിക്കണം. അത് കലാലയങ്ങൾ അവിടെ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. അങ്ങയുടെ പേരെന്താ? എൻ്റെ ഒരു മധു എന്നാണ്. ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പം അങ്ങയുടെ പരിപാടി അല്ല, ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ ഒരു 300% ഇരട്ടി ഇത് ആഴത്തിൽ വേരൂടി കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പം നമ്മളിത് ഞാൻ വിചാരിച്ചു അവിടെ ഇവിടെയൊക്കെ ചില ഓണക്കര മൂലകളിലും ചില നഗരത്തിന് ചില പാർശ്വ സ്ഥലങ്ങളിലും പ്രോഗ്രാം ഫോളോ ചെയ്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ യുവജന സംഘടനയുടെ പേരിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങളവിടെ ഡെയിലി മീറ്റിങ്ങുകളും ഹോം മീറ്റിങ്ങുകളും എല്ലാം നടത്തി അവയർനെസ് കൊടുക്കുന്നുണ്ട്. എക്സൈസുകാരും പങ്കെടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇവരാണ് അതിന്
നേതൃത്വം നൽകുന്നത്. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ചെയ്യുന്നിപ്പോ ഞാൻ തൊഴിലാളിയാണ്, പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരോടായിട്ട് ഞാൻ പറയുകയാണ്, SKN40 എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ക്ലൂസീവായിട്ടൊരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളും അതുപോലെ ഈ കാര്യത്തിൽ കൂടുതൽ വിവരം ഉണ്ടാക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അത് ലൈവായിട്ട് പോകുന്ന ഒരു ചാനലാണ്. ഇപ്പോഴും നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ പറയുന്നതൊക്കെ ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ TV ചാനലിൽ ഇത് പോകുന്നുണ്ട്, അത് കൂടാതെ തന്നെ യൂട്യൂബ് ചാനലിലും പൂർണ്ണമായിട്ടും ഒരു എക്സ്ക്ലൂസീവായിട്ട് ചാനൽ. അത് ഈ നമ്മുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസാന MDMA വിൽപ്പനക്കാരനും ഈ സംസ്ഥാനം വിട്ട് ഓടിയതിനു ശേഷമേ നമ്മൾ ആ യൂട്യൂബ് ചാനൽ ക്ലോസ് ചെയ്യൂ. ഓക്കെ, ഞങ്ങളിപ്പോൾ പഞ്ചായത്തിൽ ഞങ്ങളിപ്പോൾ ഒരു മാസക്കാലമായിട്ട് നടത്തുന്ന ഒരു വലിയ ക്യാമ്പയിൻ ഞങ്ങൾ വാർഡ് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ മാർച്ച് 8 ആരംഭിച്ച് ഏപ്രിൽ 12 വരെ നടക്കുന്ന ഒരു മാസക്കാലം നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ. അതിശക്തമായിട്ട് നിൽക്കുക. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ എന്താ പറയാൻ വന്നല്ലോ, ഒരു ത്വര മുഖത്ത് ഞാൻ കാണുന്നു. അല്ല, നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ട് ഞങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നിച്ചല്ലേ യാത്ര? ഒന്നിച്ച യാത്ര. എന്റെ പൊന്നെ, എന്താ പേരെന്താ? വീഡിയുണ്ണി. അസോസിയേഷൻകാരാ പറയണ്ട ഇതിനകത്ത്. പോലീസുകാർക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ലല്ലോ ഇതിനകത്ത്. ഇത് ഇന്നലെയും തുടങ്ങിയല്ല, ഒരു 7-8 വർഷമായി ഇത് വളരെ വ്യാപകമായി വരികയാണ്. വൈക്കത്തെ സംബന്ധിച്ചോളം ഈ MDMA അല്ല, കാരണം ഇവിടെ അധികം സാമ്പത്തിക ശേഷികളില്ല, അതുകൊണ്ട് കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്. കഞ്ചാവ് ഇവിടെ കഞ്ചാവ് വില കുറവാണോ? കഞ്ചാവിന് വില കുറവാണ്. MDMAക്ക് ഭയങ്കര വിലയല്ലേ. അപ്പം അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന മുഴുവൻ, കുട്ടികൾ ഉപയോഗിക്കുന്ന മുഴുവൻ കഞ്ചാവാണ്. അതെല്ലാ തെരുവുകളിൽ നിന്നുണ്ട്, ജംഗ്ഷനുകളിൽ നിന്ന് അകത്തോട്ട് പോകുന്ന റോഡുകളിലെല്ലാം കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ഈ മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറുന്ന റോഡിന്റെ ഇൻസൈഡിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന കഞ്ചാവിന്റെ വിൽപ്പനക്കാർ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ട് വിളിച്ചു പറയുകയാണ്. നേരത്തെ ഒരു അമ്മ ഒരു മുളങ്കാടിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ശാസ്താംകോട്ട് ഒരു മുളങ്കാട് കണ്ടു. ആ കാട്ടിനുള്ളിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, കാടന്മാരാ. ഇവിടെയും ഒരു കാടുണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ബീച്ചിൽ അവിടെ കാട് വേണ്ട. ഞാൻ ഒരു ദിവസം ഒരു 11 മണിയായപ്പം വണ്ടി വരുക. അപ്പോൾ ഒരു ബൈക്ക് നിർത്തിയിട്ട് ഒരു തന്നെ അവിടെ വഴി നിൽപ്പുണ്ട്. അപ്പോൾ ഒരു വലിയ സഞ്ചി എടുത്ത് മറ്റവനെ കൊടുക്കുന്നുണ്ട്. ഒരു 11-12 മണി ആയിട്ടുണ്ട്. ഈ കഞ്ചാവിന്റെ എവിടെ നിന്ന് വരുന്നു, അതിന്റെ ഉറവിടം കണ്ടുപിടിക്കുന്നില്ല. ഒരു കേസ് എടുക്കുക, കഞ്ചാവ് ഇരിക്കുന്നവനെ അറസ്റ്റ് ചെയ്യുക, അവനെതിരെ ഇത് ചാർജ് കൊടുക്കുക. പക്ഷെ ഒരിക്കലും ഒരു കേസിന്റെ ഉറവിടം കണ്ടുപിടിച്ചായിട്ട് താങ്കൾക്ക് അറിയുണ്ടോ? അല്ല, ഉറവിടം കണ്ടുപിടിക്കുന്നുണ്ട്, ഇപ്പം അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് പോലീസിൽ അങ്ങ് റിട്ടയർ ചെയ്തു. പറയാമോ? ഞാൻ റിട്ടയർ ചെയ്തു. ബാംഗ്ലൂർ പോയി പിടിച്ചത് ഒരെണ്ണം അവര് പയ്യനെ പിടിച്ചു. പക്ഷെ ഉറവിടം അന്വേഷിക്കുന്നില്ല. ഇവിടെ കഞ്ചാവ് കൃഷി ഇല്ല. ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ഒരു ആലപ്പുഴ സ്റ്റീൽ സിറ്റി എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. 24 ചാനൽ അതിനകത്ത് കയറണം. കാര്യം അതിനകത്ത് അറിയാം എവിടെ നിന്നാണ് ഇത്, എന്നിങ്ങനെയാണ് വരുന്നതെന്ന്.